സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്തു ഹിയ ഇഹ്ദദ് ദഅഇമിൽ ഖംസില്ലത്തി ഖാമ അലൈഹ ബുനിയാനുൽ ഇസ്ലാം. ഇസ്ലാമിനെ ഒരു ബിൽഡിങ്ങിനോട് സാദൃശ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ 5 തൂണുകളിൽ പ്രധാനപ്പെട്ട ഒരു തൂണാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ സക്കാത്ത്. നിസ്കാരവും നോമ്പും ഹജ്ജും എല്ലാം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അത് അള്ളാഹും നമ്മളും തമ്മിലാണ് അതിൻ്റെ ബന്ധം കിടക്കുന്നത്. എന്നാൽ സക്കാത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹുവും നമ്മളും തമ്മിൽ ബന്ധപ്പെടുന്നത് പോലെ തന്നെ ഫുഖറാക്കളും നമ്മളും തമ്മിലും കൂടെ ആ ബന്ധം പിണഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന ഒരു ഇബാദത്താണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്ന് എങ്ങനെ കിട്ടി? സബത്ത വുജൂബുഹ ബിൽ കിതാബി വസുന്നത്തി വൽ ഇജ്മാഇ. അത് വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും ഇജ്മാഉ കൊണ്ടും എല്ലാം സ്ഥിരപ്പെട്ട കാര്യമാണ്. വഅഖീമുസ്സലാത്ത വആതുസ് സക്കാഹ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തെ പറഞ്ഞ പല സ്ഥലങ്ങളിലും നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ ഏകദേശ സ്ഥലങ്ങളിലും തൊട്ടുടനെ പറയുന്നത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സക്കാത്തിനെ അത്രയേറെ വിശുദ്ധ ഖുർആനിൽ പലതവണ ആവർത്തിച്ചുകൊണ്ട് അത് കൊടുക്കണം എന്ന് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിലുണ്ട്, സുന്നത്തിൽ ഹദീസിൽ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇജ്മാ കൊണ്ടും ഉലമാ പണ്ട് സ്വഹാബത്തിൻ്റെ കാലം മുതലേ സക്കാത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞു പോരുന്നതാണ്. ഇന്നും അന്നും എല്ലാം പറയുന്നതാണ്, നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇസ്ലാമിനെ പറ്റി ചെറിയൊരു ധാരണയുള്ള ആൾക്ക് പോലും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നുള്ളത് അറിയും. ഉലിമത്ത് ബിൽ ദറൂറത്തി, സക്കാത്ത് എന്നത് ഉലിമത്ത് ബിൽ ദറൂറത്തി മിനദ്ദീനി, അത് ഇസ്ലാമിനെ പറ്റി കേവല ധാരണയുള്ള ആൾക്ക് പോലും സക്കാത്ത് നിർബന്ധമാണെന്നുള്ളത് അറിയും. അത്തരം കാര്യങ്ങളിൽ പെട്ടതാണ് സക്കാത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതുപോലെ ഇസ്ലാം എന്ന് പറയുമ്പോൾ നിസ്കാരം എന്ന് മനസ്സിലേക്ക് വരുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സക്കാത്ത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ പരക്കെ അറിയപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഇസ്ലാമിൽ സക്കാത്ത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ എന്ന് ആരെങ്കിലും ഒരാൾ നിഷേധിച്ച് കഴിഞ്ഞാൽ ഓൻ ആ സ്പോട്ടിൽ കാഫിറാവും. സക്കാത്ത് നിർബന്ധമില്ല എന്ന് ഒരാൾ നിഷേധിച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവൻ കാഫിറാവും. പിന്നെ തൗബ ചെയ്ത് കലിമ ചൊല്ലണം, എന്നാലേ മുസ്ലിം ആവുള്ളൂ. ഓന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല, അതോടെ കാഫിറായി. നിഷേധിച്ച് കഴിഞ്ഞാൽ കാഫിറായി. പിന്നെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. വയുക്കാത്തലു, ഇസ്ലാമിക ഭരണമുള്ള സ്ഥലമാണെങ്കിൽ അവനായിട്ട് യുദ്ധം ചെയ്യണം, അവനെ കൊല്ലണം എന്നതാണ് നിയമം. വയുക്കാത്തലു മാനിഊഹ, അതിനെ കൊടുക്കൂല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളോട് അല്ലെങ്കിൽ ആ ടീമിനോട് പോയിട്ട് യുദ്ധം ചെയ്യണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ തൊട്ടുടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത സമയത്ത് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, സക്കാത്ത് അത് നബീൻ്റെ കയ്യിലേ നമ്മൾ കൊടുക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അതിന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എന്നല്ല, ആര് വന്നാലും ഞങ്ങൾ ആരും അടുത്തും കൊടുക്കൂല, നബീൻ്റെ കാലത്തേ കൊടുക്കേണ്ടിയുണ്ടായിരുന്നുള്ളൂ, ഇനി കൊടുക്കൂല. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു, യുദ്ധം ചെയ്തു. അവിടുന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സക്കാത്തിൻ്റെ ഭാഗമായിട്ട് മൃഗങ്ങളെ കൊടുക്കുമല്ലോ, മൃഗങ്ങൾ കുറേയുള്ള ആളുകൾ, ഒട്ടകങ്ങളും ഇതൊക്കെ. അപ്പോൾ അങ്ങനെ കൊടുത്തിരുന്ന ആൾ
ഒരു ഒരു മൃഗത്തിൻ്റെ കയറെങ്കിലും ഒരു ലൗ മനഉ ഇഖാല ബഈരിൻ ലഖാതൽതുഹും, അവർ ഒരു ഒട്ടകത്തിൻ്റെ കയറെങ്കിലും തരൂല, റസൂലുള്ളാഹിൻ്റെ കാലത്ത് കൊടുക്കലുണ്ട്, എനിക്ക് ഒട്ടകത്തിൻ്റെ കയറെങ്കിലും തരൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുന്ന പറഞ്ഞു. അത് സിദ്ദീഖുൽ അക്ബർ ഞങ്ങൾക്ക് എന്തോ എടുത്തു കൊണ്ടുപോകാനെന്നല്ല, ഫുഖറാക്കളുടെ അവകാശമാണത്. വിശുദ്ധ ഖുർആനും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദീനിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സക്കാത്ത് എന്ന് പറയുന്ന ഒരു നെടും തൂണിനെ എടുത്ത് മാറ്റാൻ വേണ്ടി ആരും ശ്രമിച്ചിട്ടും കാര്യമില്ല. അതോടുകൂടെ നിഷേധിക്കുന്ന ആൾ കാഫിറാകും. വഹിയ നൗആനി സക്കാത്തു മാലിൻ വ സക്കാത്തു ബദനിൻ. സക്കാത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ധനത്തിലുള്ള സക്കാത്ത്, മറ്റൊന്ന് ശരീരത്തിലുള്ള സക്കാത്ത്. ധനത്തിലുള്ള സക്കാത്തുണ്ട്, ബദനിലുള്ള സക്കാത്തുണ്ട്. ഏതൊക്കെയാണ് നോക്കാം. ഇന്നമാ തജിബു സക്കാത്തുൽ മാലി അലാ കുല്ലി മുസ്ലിമിൻ ഹുദ്ദിൻ മുഅയ്യനിൻ മലക്ക നിസാബൻ മിൻ മാലിൻ സക്കവിയിൻ. ധനത്തിലുള്ള സമ്പത്തിലുള്ള സക്കാത്ത് അത് നിർബന്ധമാകുന്നത് മുസ്ലിം ആവണം, അവന് സ്വതന്ത്രനാവണം, നിർണിതമായ ഒരു വ്യക്തിയായിരിക്കണം. അതോടൊപ്പം സക്കാത്ത് നിർബന്ധമാകുന്ന ഇനത്തിൽപ്പെട്ട ധനം അത് തന്നെ വേണം. അതിൽ നിന്ന് സക്കാത്ത് നിർബന്ധമാകുന്ന ഖദർ, നിസാബ് അതെത്തിക്കുകയും വേണം. എന്നാലേ സക്കാത്ത് നിർബന്ധമാകുള്ളൂ. അവനിക്ക് എന്തേ ഉള്ളൂ, സക്കാത്ത് നിർബന്ധമാകുള്ളൂ. അപ്പോൾ ഒരു ചോദ്യം, ഏതാണ് ഈ സക്കാത്ത് നിർബന്ധമാകുന്ന ധനം എന്ന് പറയുന്നത്? അത് ഒന്ന് അദ്ദഹബു, ഒന്ന് സ്വർണമാണ്. മറ്റൊന്ന് വൽ ഫില്ലത്തു, വെള്ളിയാണ്. മൂന്നാമത്തത് വൽ കൂത്തു, ധാന്യങ്ങളാണ്. നാലാമത്തത് അരി, ഗോതമ്പൊക്കെ പോലെ. നാലാമത്തതാണ് തംറ്, ഈത്തപ്പഴം. അഞ്ചാമത്തതാണ് ഇനബ്, മുന്തിരി. മുന്തിരിയില്ലേ, ഇതാണ്. ഇതിനെ പറ്റിയിട്ടും ഇനബ് എന്ന് പറയും, ബ്ലാക്ക്, ഏത് കളറാണെങ്കിലും മുന്തിരി. വൽ ഇബിലു, ഒട്ടകം. വൽ ബക്കറു, പശു, പോത്ത് എല്ലാം ഇതിൽപ്പെട്ട്. വൽ ഖനമു, ആടുകൾ. ഇതിലൊക്കെ സക്കാത്തുണ്ട്. സക്കാത്ത് നിർബന്ധമാകുന്ന ധനങ്ങളാണ്. ഈ പറഞ്ഞ ധനങ്ങളിലെ സക്കാത്ത് നിർബന്ധമാവുള്ളൂ. ഇപ്പോൾ വാഴക്കൃഷി നടത്തുന്നു, എനിക്ക് അതിൽ വാഴയിൽ സക്കാത്തുണ്ടോ? അതില്ല. ഈ പറയപ്പെട്ട സാധനങ്ങളിൽ എന്തുള്ളൂ, സക്കാത്തുള്ളൂ. നെൽകൃഷി നടത്തുന്നവനുണ്ടോ? അതുണ്ട്. ആ പറഞ്ഞ ഖദർ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിർബന്ധമാകും. അപ്പോൾ സക്കാത്ത് നിർബന്ധമാകുന്ന ഈ മാലുകളിൽ നിന്ന്, ഈ പറയപ്പെട്ട സമ്പത്തുകളിൽ ഒരു നിർണിതമായ ഖദർ എത്തിച്ചു കഴിഞ്ഞാൽ, പൂർത്തിയാവുന്ന സമയത്താണ് സക്കാത്ത് നിർബന്ധമാവുക. അത് ഓരോന്നിലും എത്രയാണ് എന്നത് നമ്മൾ ചർച്ച ചെയ്യും. ഫലാ സക്കാത്ത ഫി മാലി ബൈത്തിൽ മാലി. സർക്കാരിൻ്റെ ഖജനാവിൽ സക്കാത്ത് നിർബന്ധമുണ്ടോ? അതില്ല. ബൈത്തുൽ മാലി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ധനസമാഹരണ കേന്ദ്രം, അതിൽ സക്കാത്ത് നിർബന്ധമില്ല. വലാ ഫി മൗഖൂഫിൻ അലാ ജിഹത്തിൻ ആമ്മത്തിൻ കൽ ഫുഖറാഇ വൽ മസാജിദി. ഫുഖറാക്കൾ, പള്ളികൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പൊതു സമ്പത്തുകൾ, പൊതുസ്ഥാപനങ്ങൾ, അതിൻ്റെ കീഴിലുള്ള മൗഖൂഫായ ഭൂമിയിലും സക്കാത്തില്ല.
ലി ആദമി തഅയ്യുനിൽ മാലിക്കി, അവിടെ ആരാണ് ഉടമസ്ഥൻ എന്നത് കൃത്യമല്ലല്ലോ. ഇപ്പോൾ ഒരു പള്ളി കമ്മിറ്റി ഉണ്ട്, ആ പള്ളി കമ്മിറ്റിക്ക് 10 ഏക്കർ വയലുണ്ടെന്ന് കൂട്ടുക. അവിടെ കൃഷി ചെയ്തിട്ട് ടൺ കണക്കിന് അരി കിട്ടും ഓരോ വർഷവും. ആ അരിയിൽ സക്കാത്തുണ്ടോ? അതില്ല. കാരണം കൃഷി നടത്തുന്നത് പള്ളി കമ്മിറ്റിയാണ്. പള്ളി കമ്മിറ്റിക്ക് എന്ത് അധികാരമുള്ളത്? പള്ളി കമ്മിറ്റീൻ്റെ സ്വന്തം സാധനമാണോ? അങ്ങനെയാണെങ്കിൽ പള്ളി കമ്മിറ്റിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂലേ അവരാവശ്യത്തിന്? അപ്പം അവരുടെ ഉടമസ്ഥതയിലല്ല ഉള്ളത് ഈ വയലെന്ന് പറയുന്നത്. അത് വഖഫാണ്. സോ അതിൽ സക്കാത്തില്ല. വതജിബു ഫി റൈഇ മൗഖൂഫിൻ അലാ മുഅയ്യനിൻ വാഹിദിൻ. അതേ സമയത്ത് ഞാനിപ്പോൾ ഒരു വ്യക്തിക്ക്, എൻ്റെ ഒരു സുഹൃത്തിന് എൻ്റെ 1 ഏക്കർ സ്ഥലം ഞാൻ എന്ത് ചെയ്തു? വഖഫ് ചെയ്തു. എനിക്ക് വേണ്ടി വഖഫ് ചെയ്തതാ. ഒരു വ്യക്തിക്ക് വഖഫ് ചെയ്യാൻ പറ്റും. പള്ളിക്ക് വഖഫ് ചെയ്യുന്ന പോലെ തന്നെ വ്യക്തിക്കും വഖഫ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വഖഫ് ചെയ്ത് എങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, പിന്നെ ഓനിക്ക് അതിൽ നിന്നൊക്കെ ഉപയോഗിക്കാം, ഓൻ അതിൻ്റെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആ ഭൂമിയിൽ ചെയ്യാം. എനിക്ക് മൗഖൂഫായ സാധനമാണ്. പക്ഷെ എനിക്കത് വിൽക്കാൻ പറ്റുമോ? അത് ചർച്ച ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി വഖഫ് ചെയ്ത ഭൂമി, അല്ലെങ്കിൽ ഏതെങ്കിലും ധനം, വഖഫ് ചെയ്ത ഏതെങ്കിലും ധനം, ഈ പറയപ്പെട്ട സ്വർണ്ണോ വെള്ളിയോ എന്തോ ആവട്ടെ, അങ്ങനെ വ്യക്തിക്ക് വേണ്ടി വഖഫ് ചെയ്ത സാധനം, കസൈദിൻ, ഒരു വ്യക്തിയെ ഉദാഹരണമായിട്ട് പറയാണ്. സെയ്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഉദാഹരണത്തിന് വഖഫ് ചെയ്ത ഭൂമി അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്ത്, അതിൽ സക്കാത്തിൻ്റെ നിസാബ് എത്തിക്കഴിഞ്ഞാൽ അതിലെന്ത് കൊടുക്കണം? സക്കാത്ത് കൊടുക്കണം. കാരണം അവിടെ അതിൻ്റെ ഉടമസ്ഥത ഇപ്പം നിലവിൽ നിലനിൽക്കുന്നത് ആ ചങ്ങായാണല്ലോ എന്നത് നിർണിതമായതുകൊണ്ടാണത്. അല്ലെങ്കിൽ ഔ ജമാഅത്തിൻ, ഒരു വ്യക്തിയല്ല, പക്ഷെ ഒരു കൂട്ടം ആളുകളാണ്. ആ കൂട്ടം ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് കൃത്യമാണ്. അത് ഈ പള്ളി കമ്മിറ്റി പോലെ എന്താ പറയുക, ഒരു മുഅയ്യനല്ലാത്ത അവസ്ഥയില്ല. ഔലാദി സെയ്ദിൻ, സെയ്ദ് പോയിട്ട് സ്വന്തം മക്കൾക്ക് പോയിട്ട് വഖഫ് ചെയ്തതാ. അപ്പം അവൻ്റെ മക്കൾ കൊടുക്കണം. കാരണം അവളെ മക്കൾ എന്ന് പറയുന്നത് നിർണിതാണ്. വഫീ നബാത്തി അർദിൻ മുസ്തഅജറത്തിൻ, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കണം ഈ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കിട്ടുന്ന കൃഷിയുണ്ടല്ലോ. പാട്ടത്തിനെടുത്ത്, എൻ്റെ അടുത്ത് ഭൂമിയൊന്നുമില്ല സ്വന്തമായിട്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്തു? അവിടെ കൃഷി ചെയ്തു, പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ കൃഷി ചെയ്ത് നെൽകൃഷി നടത്തി ഞാൻ അതിൻ്റെ ഉടമസ്ഥനിക്ക് അതിൻ്റെ പാട്ടത്തിൻ്റെ തുക കൊടുക്കുന്നതോടൊപ്പം സക്കാത്തും കൊടുക്കണം എന്നതാണ് നിയമം. ഈ പറയപ്പെട്ട ഏതെങ്കിലും കൃഷികളാണ് നബാത്തിൻ്റെ സക്കാത്തിൻ്റെ വിഷയം പറയുന്നുണ്ട്. നബാത്ത് എന്ന് പറയുമ്പോൾ ഈ നെല്ല്, ഗോതമ്പ്, ബാർലിയൊക്കെ പോലത്തെ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ കൃഷി ചെയ്യുന്നത് മറ്റൊരാളെ ഭൂമിയിൽ പാട്ടത്തിനെടുത്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭൂമിയിൽ എനിക്ക് കിട്ടിയ വിളവെടുപ്പിൽ പറയപ്പെട്ട ഒരു ഖദർ പറയുന്നുണ്ട് എത്രയാണെന്നുള്ളത്. അത്ര എത്തിക്കഴിഞ്ഞാൽ സക്കാത്തും കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാവും. വലവിഷ്തറ കസ്നാനി ഷിർക്കത്ത ഷിയൂഇൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം 2 ആൾ കൂടിയിട്ടാണ്, ഞാനും ഹാഫിസ്ക്കും കൂടിയിട്ടാണ് എന്ത് ചെയ്തത്? ഭൂമി എടുത്തത്, എന്നിട്ടാണ് നമ്മൾ കൃഷി ചെയ്തത്. അങ്ങനെയാണെങ്കിലോ? അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഭൂമി എടുത്തു, 2 ആൾ കൂടിയിട്ട് ഭൂമി എടുത്തു. അപ്പോൾ ഉടമസ്ഥത 2 ആളും പേരിലാണ്. അര ഏക്കർ എൻ്റെത്, അര ഏക്കർ നിങ്ങളുടേത് എന്നുള്ള നിർണിതമായിട്ട് ഇത്ര എന്നുള്ളതൊന്നുമില്ല. 2 ആളും കൂടി മുഴുവനായിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്തു? നമ്മൾ 3 ആളും കൂടി ഒരുമിച്ച് ഒരു 300 പശുക്കളെ വാങ്ങി. ഒരു ഉദാഹരണത്തിന്. അപ്പം അവിടെ ഈ പശുക്കൾ നിങ്ങളുടേത് നിന്ന് നിർണ്ണയിക്കാത്ത കാലത്തോളം
അത് അതിനെപ്പറ്റി പറയാ ഷിർക്കത്തു ഷുയൂ എന്ന. അങ്ങനെയുള്ള അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇത്ര ഭാഗം നിങ്ങളുടേത്, ഇത്ര ഭാഗം നിങ്ങളുടേത് എന്ന് കൃത്യമായി നിർണ്ണയിക്കപ്പെടാത്ത അവസ്ഥയിലാണ് പരസ്പരം ഇടകലർന്ന ഷെയർ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ ഷെയറിങ് പ്രോപ്പർട്ടി അതിൽ സക്കാത്ത് ഉണ്ടോ? സക്കാത്തിൻ്റെ കതിറെത്തിയാൽ എങ്ങനെയാണ് അത് സക്കാത്ത് കൊടുക്കേണ്ടി വരിക എന്ന് ക്വസ്റ്റ്യൻ. വലവിഷ്തറക ഇസ്നാനി ഷിർക്കത്ത ഷിയൂഇൻ ഔ ജിവാരിൻ. രണ്ടാളുകൾ പിന്നെ പരസ്പരം ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്തു? ഷെയർ ഇട്ടു. അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല, പക്ഷെ ഒരുമിച്ചിട്ടിട്ടുള്ളത്. ഇതെൻ്റെതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാത്ത കോലത്തിൽ ഒരുമിച്ചിട്ടിട്ടുള്ളത്. അതാണ് ശരിക്കത്തു ജിവാർ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വലവിഷ്തറക ഇസ്നാനി ഷിർക്കത്ത ഷിയൂഇൻ ഔ ജിവാരിൻ ഫി നിസാബിൻ. സക്കാത്ത് കൊടുക്കേണ്ട ഖദർ എത്തിയിട്ടുണ്ട് രണ്ടാളതും കൂടി കൂട്ടി നോക്കുമ്പോൾ. അങ്ങനെ രണ്ടാളുകൾ കൂടിയിട്ട് പിന്നെ ഒരു ഷെയർ ഇട്ട് കഴിഞ്ഞാൽ ഔഫി അഖല്ല മിൻഹു, അല്ലെങ്കിൽ ഓരോ ആളുകളുടെ ഷെയർ എടുത്തു നോക്കിയാൽ അത് സക്കാത്തിൻ്റെ ഖദർ എത്തിയിട്ടില്ല. ഇതിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ ഷെയർ അത് സക്കാത്തിൻ്റെ ഖദറുണ്ട്, നിങ്ങളുടെ ഷെയറും സക്കാത്തിൻ്റെ ഖദറുണ്ട് ഓരോ ആളുകളുടെയും. ഇനി അതല്ല, ഓരോ ആളുകളുടേതും ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ സക്കാത്തിൻ്റെ ഒരുത്തൻ്റെ, ഞാനിപ്പം ഒരു 30% ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. എൻ്റെ ഷെയർ ഒരു 30% ഉള്ളത്, 30% ഉള്ളത്. വേറെ ആളത് 60% അല്ല 70%. അപ്പോൾ 70% ഉള്ളവൻ്റെ നോക്കുമ്പോൾ ഓൻ്റെ ഖദറിൻ്റെ സക്കാത്തിൻ്റെ ഖദർ എത്തിയിട്ടുണ്ട്, എൻ്റെത് സക്കാത്തിൻ്റെ ഖദർ എത്തിയിട്ടില്ല. അങ്ങനെയാണ് ഉള്ളത് കൂട്ടാ. ഔഫി അഖല്ല മിൻഹു വലി അഹദിഹിമ നിസാബുൻ. ഒരാൾക്ക് നിസാബ് എത്തിയിട്ടുണ്ട്, സക്കയാക്ക വാഹിദിന്. അത്തരം സാഹചര്യങ്ങളിൽ രണ്ടാളും കൂടി ഒരാളെപ്പോലെ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ 300 മൃഗങ്ങളാണുള്ളതെങ്കിൽ ആ 300-ൽ എത്ര എണ്ണമാണ് സക്കാത്തായിട്ട് നിർബന്ധമാകുക? അത് കൊടുത്ത് വിടുക. രണ്ടാളും കൂടി ഒരാളെപ്പോലെ കൊടുക്കുകയാണ് വേണ്ടത്. വസക്കാത്തു മാലി സബീ വൽ മജ്നൂനി യുഖ്രിജുഹുമൽ വലിയു. ഇനി ഒരു യത്തീം കുട്ടിയാണെന്ന് കൂട്ടാ. ഒരു യത്തീം കുട്ടിക്ക് ഒരുപാട് സ്വത്തുണ്ട്. യത്തീം കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് സ്വത്തുണ്ടെങ്കിൽ അതിലുള്ള സക്കാത്ത് ഒഴിവായി കിട്ടുമോ? അതില്ല. അപ്പോൾ ആ കുട്ടിയുടെ സക്കാത്ത്, അതുപോലെ തന്നെ ഒരുത്തൻ ഭ്രാന്തനായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തെക്ലീഫ് പോയില്ലേ. അപ്പോൾ പിന്നെ ഓൻ്റെ സക്കാത്ത്, ഓൻ്റെ സ്വത്ത് ആരാണപ്പോൾ കൈകാര്യം ചെയ്യേണ്ടത്? അതവൻ്റെ വലിയാണ്. വാപ്പുണ്ട വാപ്പ, വാപ്പയില്ല വലിയപ്പ, പിന്നെ എളാപ്പ, മൂത്താപ്പ, അങ്ങനെ പോവും. അങ്ങനെ സക്കാത്ത് ഈ പറയപ്പെട്ട ആളുകൾക്ക്, കുട്ടിക്കും ഭ്രാന്തൻ്റെയൊക്കെ ഉള്ള ധനത്തിൽ സക്കാത്ത് നിർബന്ധമാകുന്ന സാഹചര്യത്തിൽ യുഹ്രിജുഹുമൽ വലിയു, അത് കൊടുത്തു വിട്ടേണ്ട ആൾ അതിൻ്റെ വലിയാണ്. ആരാണോ രക്ഷകർത്താവ്, ആ ധനം നോക്കി നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട് കിടക്കുന്ന ആൾ, അയാൾ എന്ത് ചെയ്യണം? അതിൻ്റെ സക്കാത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? നമ്മൾ സക്കാത്ത് കൊടുത്തൊരു മുതലിന് പിന്നെ രണ്ടാം വർഷവും വീണ്ടും സക്കാത്ത് കൊടുക്കണത് ആ മുതൽ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ, ഒരു മുതൽ ഇപ്പോൾ നമ്മൾ സക്കാത്ത് കൊടുത്തു, ഒരു ക്യാഷിനാണെങ്കിൽ ഒരു വർഷം എത്തിയപ്പോൾ അതിൻ്റെ സക്കാത്ത് കൊടുത്തു, പിന്നെ രണ്ടാം വർഷം വരുമ്പോൾ ആ മുതൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് വീണ്ടും ആ 2% സക്കാത്ത് കൊടുക്കണം. അതെ. ഇപ്പം നമ്മൾ ധരിക്കുന്ന ഈ ആഭരണത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണോ? ധരിക്കുന്ന ആഭരണത്തിൽ സക്കാത്ത് ഇല്ലല്ലോ. ഇല്ലില്ല. അല്ല, അപ്പം ഈ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ആഭരണത്തിന് ഒരു വർഷം എത്തുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാം വർഷം എത്തുമ്പോൾ അത് വീണ്ടും അതിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കണം. കാരണം ധരിക്കുന്ന ആഭരണം എന്നുള്ള നിലക്ക് വാങ്ങിയതാണ്, അതിൽ സക്കാത്തില്ല. സക്കാത്ത് നിർബന്ധമാവുന്നത് നമ്മുടെ സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലക്ക് നമ്മൾ വാങ്ങുന്ന, നമ്മൾ കൈവശം വെക്കുന്ന സാധനങ്ങളിലാണ് സക്കാത്ത് നിർബന്ധമാവുന്നത്.
അല്ല അതിന്റെ സക്കാത്തിന്റെ ഒരു ഇപ്പം കൊടുക്കേണ്ട മുതൽ കഴിഞ്ഞ് 2-ാം വർഷം ആ മുതൽ നമ്മുടെ കയ്യിൽ സ്വർണ്ണം ഗോൾഡ് ഇരിക്കുവാണെങ്കിൽ വീണ്ടും അത് അങ്ങനെ 2% കൊടുക്കണം അല്ലേ? കൊടുക്കണം. ഒരു വർഷം പൂർത്തിയാവാന്നുള്ളതാണ്. അതിന് എത്ര വർഷം കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല സുഖമല്ലേ. ഇനി അതില്ല, അങ്ങനെയില്ല. ഒരു വർഷം ഒരു മാല് സക്കാത്തിന്റെ നിസാബോട് കൂടെ ഒരു വർഷം പൂർത്തിയാവാന്നുള്ളതാണ്. ഹവലാനുൽ ഹൗല് എന്നുള്ളതാണ് സക്കാത്ത് നിർബന്ധമായുള്ള മാനദണ്ഡം. ഒരു വർഷം കൊടുത്തു, പിന്നെ 2-ാം വർഷം വരുമ്പോഴും ആ മുതൽ ഉണ്ടെങ്കിൽ വീണ്ടും ആ ഗോൾഡ് വീണ്ടും കൊടുക്കണം സക്കാത്തില്ലേ? 2-ാം വർഷം എന്നല്ല, എത്ര വർഷം ഉണ്ട് എന്നുള്ളതല്ല കണക്ക്. എന്തേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യം മതിയോ ഈ 2.5% സക്കാത്ത്? അല്ല, ഒരു പ്രാവശ്യം പോരാ. അതേ പറയുന്നത്. സക്കാത്തിന്റെ കതിറോടുകൂടെ ഒരു വർഷം പൂർത്തിയായാൽ ആ വർഷത്തെ കൊടുക്കുക. പിന്നെ ഒരു വർഷം പൂർത്തിയാവുകയാണെങ്കിൽ ആ വർഷത്തെ കൊടുക്കുക. എത്ര വർഷം പൂർത്തിയാവുന്നുണ്ടോ ആ വർഷങ്ങളിലെല്ലാം കൊടുക്കണം. സക്കാത്തുൻ നഖ്ദൈനി. അടുത്തതായിട്ട് പറയുന്നത് പിന്നെ നഖ്ദൈനി, ഗോൾഡിലും സിൽവറിലുള്ള സക്കാത്തിനെ പറ്റിയാണ്. അതിനോടൊപ്പം തന്നെ വായിക്കേണ്ടതാണ് നമ്മുടെ കറൻസിയുടെ സക്കാത്ത്. ശുരിത്തലി വുജൂബി സക്കാത്തി ഫിൻ നഖ്ദൈനി വഹുമ ദഹബു വൽ ഫില്ലത്തു തമാമു നിസാബിൻ വ ഹവലാനു ഹൗലിൻ. ഗോൾഡിലും സിൽവറിലും സക്കാത്ത് നിർബന്ധമാവാനുള്ള നിബന്ധന എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നഖ്ദൈനി എന്നതിനെപ്പറ്റി പറയാം. നഖ്ദൈനി ഏതൊക്കെയാണ്? അദ്ദഹബു വൽ ഫില്ലത്തു വഹുമാ അദ്ദഹബു വൽ ഫില്ലത്തു. അത് ഗോൾഡും അതുപോലെ തന്നെ സിൽവറുമാണ്. അതിൽ സക്കാത്ത് നിർബന്ധമാവാനുള്ള ഷർത്ത് എന്ന് പറയുന്നത്, മാനദണ്ഡം എന്ന് പറയുന്നത് തമാമു നിസാബിൻ വ ഹവലാനു ഹൗലിൻ. ഒന്ന്, നിസാബ് എത്തുക എന്നുള്ളത്. 2, വർഷം പൂർത്തിയാവുക എന്നുള്ളത്. വർഷം പൂർത്തിയായാൽ മതി. അപ്പോൾ മറ്റൊന്ന് സക്കാത്തിൻ്റെ നിസാബ് എത്തുക. നിസാബ് എന്ന് പറഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാകുന്ന ആ കണക്ക്, കതിർ, അതെത്തുക എന്നുള്ളതാണ് നിസാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗോൾഡ് എപ്പോഴാണ് സക്കാത്ത് നിർബന്ധമാവുക? എത്ര എത്തിയാലാണ് സക്കാത്ത് നിർബന്ധമാവുക? വെള്ളി എത്ര കയ്യിൽ വെച്ചാലാണ് സക്കാത്ത് നിർബന്ധമാവുക? നിസാബു ദഹബി, ഗോൾഡിൽ സക്കാത്ത് നിർബന്ധമാകുന്ന കണക്ക് എന്ന് പറയുന്നത് 20 മിസ്കാല, 20 മിസ്കാലാണ്. 20 മിസ്കാൽ എന്ന് പറയുമ്പോൾ ഏകദേശം 88 ഗ്രാം, ഏകദേശം 85 ഗ്രാം. കാരണം ഒരു നിസാബ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മിസ്കാൽ എന്ന് പറയുന്നത് 425 ഗ്രാമാണ്. അപ്പോൾ പിന്നെ അതെ, അപ്പോൾ 4.25 ഗ്രാം. അപ്പോൾ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഒരു നിസാബ് എന്ന് ഒരു ഗോൾഡിൻ്റെ അപ്പോൾ 20 മിസ്കാൽ എന്ന് പറയുമ്പോൾ അത് ഏകദേശം 85 ഗ്രാം വരും. അപ്പോൾ 85 ഗ്രാം ഗോൾഡ് ആയാലാണ് സക്കാത്ത് നിർബന്ധമാവുക. എങ്ങനെ? ഗോൾഡിൽ സക്കാത്ത് നിർബന്ധമാവുന്നത് 85 ഗ്രാം എത്തുന്ന സമയത്താണ്. 85 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര പവനാവും? 85നെ കൊണ്ട് 8 കൊണ്ട് ഹരിച്ചാൽ മതി ഏകദേശം കിട്ടാൻ. ഏകദേശം 10.5 പവൻ. 10.5 പവന് ഗോൾഡ് സേവിങ്സ് ആയിട്ട്, ഗോൾഡ് നമ്മൾ ആഭരണം ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആഭരണം അല്ലാത്ത രൂപത്തിൽ നമ്മൾ സേവിങ്സ് ആയി വെക്കുന്നുണ്ടെങ്കിൽ അതിലാണ് സക്കാത്ത് നിർബന്ധമാവുക. അപ്പോൾ 10.5 പവന് മുതൽ സക്കാത്ത് ആരംഭിച്ച്, അപ്പോൾ 20 പവൻ ഉണ്ടെങ്കിൽ ആ 20 പവൻ്റെ 2.5% കൊടുക്കേണ്ടി വരും. എത്രയാണ് ഉള്ളത് ആ ഉള്ളതിൻ്റെ 2.5%. ഒരുത്തൻ്റെ 9 പവന് വരെ സേവിങ്സ് ഉണ്ട്. ഗോൾഡ് ഓന് എന്ത് ചെയ്തിട്ടുണ്ട്? ബിസ്ക്കറ്റായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സക്കാത്ത് കൊടുക്കണ്ട, അതിൻ്റെ കതിർ എത്തിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ?
ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ നമ്മൾ ധരിക്കുന്ന പത്ത് ഒരു 10ന്റെ മുകളിലുണ്ടെങ്കിൽ എങ്ങനെ സക്കാത്ത് വേണ്ടി വരില്ല അല്ലേ? ഇല്ല, നിങ്ങളെ മോളെ കല്യാണത്തിന് ഒരു 50 പവൻ കൊടുത്തെന്ന് കൂട്ടാം. ഓക്ക് ധരിക്കാൻ ഓളെ ആഭരണം എന്നുള്ള നിലക്ക് കൊടുത്തതാ. അപ്പോൾ ഓക്ക് അതിൽ സക്കാത്ത് നിർബന്ധമാവോ? അതില്ല. അവൾ ആഭരണമാണ്. ഇനി ഒരു കൊല്ലത്തിലൊരു പ്രാവശ്യമെങ്കിലും ധരിച്ചാലും, ഇനി അങ്ങനെ ധരിച്ചോളണമെന്നില്ല, പിന്നെ ധരിച്ചാലും മതി. ധരിക്കണം എന്നിങ്ങനെ വിചാരിച്ച് വെച്ചാലും മതി. ഇല്ല, അതിൽ സക്കാത്തില്ല. അതേ സമയത്ത് വാങ്ങുന്നത് തന്നെ ബിസ്ക്കറ്റ് ആയിട്ടാണ്. എന്തിനാണ്? അത് സേവിങ്സ് ആയിട്ട് കീപ്പ് ചെയ്യാനാണ്. അല്ലെങ്കിൽ ആഭരണമായിട്ട് വാങ്ങിയെന്ന് കൂട്ടിക്കോ. പക്ഷെ ഉദ്ദേശം എന്താണ്? എടുത്തു വെക്കാന്നുള്ളതാ, ഉപയോഗിക്കാന്നുള്ള ഉദ്ദേശമില്ല. അങ്ങനെയാണ് വാങ്ങിയെങ്കിൽ അതിലും എന്തില്ല, അല്ല അതിലും എന്തുണ്ടാകും? സക്കാത്ത് നിർബന്ധം ഉണ്ടാവും. ആഭരണമാണോ അല്ലയോ എന്നുള്ളതല്ല, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണോ അല്ലയോ എന്നുള്ളതാണ്. സേവിങ്സിന് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ അതിൽ ആഭരണം കടന്നു വരുന്നു മാത്രം. സ്വാഭാവികമായിട്ടും ആഭരണങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നിർമ്മിക്കുക എന്നുള്ളത്. ഇനി ഒരുത്തൻ ഉപയോഗിക്കാൻ വേണ്ടി അല്ലാതെ ആഭരണം ഉണ്ടാക്കിയോ, എന്നാൽ അതിലും എന്ത് നിർബന്ധമാകും? അതിലും സക്കാത്ത് നിർബന്ധം. ബിസ്ക്കറ്റും അങ്ങനെ വരും, സക്കാത്ത് വരും. ഇപ്പോൾ നമ്മൾ സമ്പാദ്യമായിട്ട് വാങ്ങിച്ചു വെച്ചാലേ. അതെ, പക്ഷേ ഈ കതറെത്തണം. 10 പവൻ്റെ മേലുണ്ടെങ്കിലാണ്, 10 പവൻ്റെ മേലുണ്ടെങ്കിലാണ് നിർബന്ധമാകും. ഒരു ഗോൾഡ് കോയിന് 2 ഗോൾഡ് കോയിനൊക്കെ ചെറുത് കൊണ്ടുവച്ചെന്നുള്ളതുകൊണ്ട് കൊല്ലമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ. ഇനി പറയുന്നത് വലാ വഖ്സ ഫീഹിമ. അതിനു മുന്നേ വൽ ഫില്ലത്തി, സിൽവറിൻ്റെ, വെള്ളിയുടെ സക്കാത്തിൻ്റെ നിസാബ് എന്ന് പറയുന്നത് 100 ദിർഹമിൻ, 200 ദിർഹമാണ് അതിൻ്റെ കണക്ക്. 200 ദിർഹം എന്ന് വെച്ചാൽ ഒരു 595 ഗ്രാം ഉണ്ടാവും. 595 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര റുപ്യ ഏകദേശം? എത്ര റുപ്യൻ്റെ വെള്ളി ഉണ്ടാവും ഏകദേശം? ഒരു ഗ്രാം വെള്ളിക്ക് 100 രൂപ എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ വില. 97, 100 ആ റേഞ്ചിലുണ്ടാവുക. അപ്പം അങ്ങനെ കൂട്ടുമ്പോൾ 200 ദിർഹം എന്ന് പറയുന്നത് ഏകദേശം 595 ഗ്രാം എന്നല്ല നമ്മൾ പറഞ്ഞത്. അതിന് ഒരു 56 റുപ്യ, 57 റുപ്യ, 55 റുപ്യ ആ ഒരു റേഞ്ചിലാണ് വരിക. അത്ര രൂപയുടെ വെള്ളി കയ്യിലുണ്ടെങ്കിലാണ് വെള്ളിയിൽ എന്ത് നിർബന്ധമാവുക? സക്കാത്ത് നിർബന്ധമാവുക. സാന്ദർഭികമായിട്ട് ഒരു വിഷയം പറയേണ്ടതെന്ന് പറഞ്ഞാൽ, കറൻസിയുടെ സക്കാത്ത് ഉണ്ടല്ലോ, കറൻസി എത്ര എത്തിയാലാണ് സക്കാത്ത് നിർബന്ധമാവുക? കറൻസി അത് വെള്ളിയോടാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഒരു 57 റുപ്യ, 55 റുപ്യ ഒരു വർഷം കയ്യിൽ വെച്ചാൽ, അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അത് സാധനം, അതിങ്ങനെ വർഷം മുഴുവനും എൻ്റെ കയ്യിൽ ആ എമൗണ്ട് അല്ല അതിലധികവും കയ്യിലുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു കിട്ടും ഉറപ്പുള്ള കടമായിട്ട് വേറൊരാളെ കയ്യിലുണ്ട്. അത്തരം സാഹചര്യങ്ങളിലെല്ലാം അതിലൊക്കെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കറൻസി കണക്കാക്കുന്നത് വെള്ളിയോടാണ്. വെള്ളിയുടേത് 595 ഗ്രാമിൻ്റെ വിലയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കണക്കാക്കേണ്ടത്. അത് ഏകദേശം എത്ര വരിക? ഒരു 55 റുപ്യ ആ റേഞ്ചിലെ വരിക. 50 റുപ്യ, 55 റുപ്യ, 55,000 റുപ്യ. അപ്പോൾ ഒരു വർഷം 55,000 റുപ്യ അല്ലെങ്കിൽ അതിലധികമോ ഒരാളെ കയ്യിൽ സേവിങ്സ് ആയിട്ട് കയ്യിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം റുപ്യ ഒരു വർഷം അങ്ങനെ അക്കൗണ്ടിൽ കിടന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 2 ലക്ഷം റുപ്യ, അല്ലെങ്കിൽ ഒരു 55 റുപ്യ, ഒരു 70 റുപ്യ കിടന്നിട്ടുണ്ടെങ്കിൽ, അത് ഉപയോഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഫുള്ളായിട്ട്, അതിൽ സക്കാത്ത് കൊടുക്കണം.
എത്രയാണോ അങ്ങനെ ഒരു വർഷം മുഴുവനും നിലനിന്ന് പോകുന്നത് അതിനനുസരിച്ചിട്ട് അതിൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരുത്തന് ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 60 റുപ്യ, അത് ജനുവരിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഫെബ്രുവരിയിൽ വേറൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത്, മാർച്ചിൽ വേറൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത്, എല്ലാം ഈ പറഞ്ഞ പോലത്തിൽ 1,00,000 റുപ്യ ആ ഒരു റേഞ്ചിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഓരോ വർഷവും പൂർത്തിയാകുന്ന സമയത്ത് ജനുവരി എത്തിയാൽ ആ ജനുവരീൻ്റെ കൊടുക്കണം, ഫെബ്രുവരി എത്തിയാൽ ആ ഫെബ്രുവരീൻ്റെ കൊടുക്കണം, മാർച്ച് എത്തിയാൽ മാർച്ചിൻ്റെ കൊടുക്കണം. അപ്പോഴാണ് അത് നിർബന്ധമാവുക. വലാ വഖ്സ ഫിഹിമ, ഈ ഗോൾഡിലേക്കും സിൽവറിലേക്ക് തന്നെ വരിക. ഇതിൽ രണ്ടിലും വഖ്സില്ല. വഖ്സ് എന്ന് പറഞ്ഞാൽ നിസാബ് എത്തിക്കഴിഞ്ഞാൽ ഇനി അതിനേക്കാളും കുറച്ച് കൂടിയാലും ഏതേ കൊടുക്കേണ്ടി വരുള്ളൂ, ആ നിസാബിൻ്റെ കതറേ കൊടുക്കേണ്ടി വരുള്ളൂ. ഉദാഹരണത്തിന് 55,000 രൂപയാണ് വെള്ളിയുടെ സക്കാത്ത് കൊടുക്കേണ്ട കതിർ എന്ന് കൂട്ടുക. അപ്പം എൻ്റെ അടുത്ത് ഒരു വർഷം ഒരു 70 റുപ്യ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 70 രൂപയുടെ 2.5% കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ 55ൻ്റെ മാത്രം കൊടുത്താൽ മതിയോ 2.5%? അതിൻ്റെ ഉത്തരം എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% കൊടുക്കണം. മറ്റേത് മാനദണ്ഡം മാത്രമാണ്, എന്ത് 55 എത്തുക എന്നുള്ളത്. അതിൽ കൂടുതലുണ്ടോ, എത്രയുള്ളത് അതിൻ്റെ 2.5% കൊടുക്കണം. അതേസമയത്ത് വഖ്സ് എന്ന് പറഞ്ഞാൽ നിസാബിനേക്കാൾ സക്കാത്ത് നിർബന്ധമാകുന്ന കതിറിനേക്കാൾ അധികരിച്ചതിൽ അതിൽ പ്രത്യേകം, അതിൽ കൂടിയതിൽ പിന്നെ കൊടുക്കണ്ട, ഓരോ കതിറിനനുസരിച്ച് കൊടുത്താൽ മതി, ഓരോ നിസാബിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി, അതിൽ കൂടുതലുള്ളതിന് കൊടുക്കണ്ട എന്ന് പറയുന്ന നിയമം അത് ഈ പറയപ്പെട്ട ഗോൾഡിലോ വെള്ളിയിലോ പിന്നെ കറൻസിയിലോ ഒന്നും ഉണ്ടാകൂല എന്ന് ചുരുക്കം. മുഴുവനും കൊടുക്കണം. വൽ വാജിബു ഫീഹിമ റുബുഉൽ ഉശ്രി, ഈ സക്കാത്തിൽ നിർബന്ധമാകുന്നത് 1/10 4/1. 1/10 4/1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/10 4/1 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? 100%. അതെ അതെ, 2.5%. 100%ൻ്റെ 10% എന്ന് പറയുന്നത് 100%ൻ്റെ 1/10 എന്ന് പറയുന്നത് 10%. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 2.5%. 10ൻ്റെ 4/1 അല്ലേ 2.5%. അപ്പോൾ 2.5%ആണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എത്രയാണോ എമൗണ്ട് ഉള്ളത് അതിൻ്റെ 2.5% അതാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വയൻഖത്യുൽ ഹൗലു, വർഷം മുറിയുന്നതാണ് ബി സവാലി മിൽക്കിൻ അഫ്നാഅഹു, ഈ ഗോൾഡ് എന്ത് ചെയ്ത് ഒരു ചങ്ങായിൻ്റെ അടുത്ത് 10 മാസം ഉണ്ടായിരുന്നു സേവിങ്സ് ആയിട്ട്, ഒരു 10-15 പവൻ ബിസ്ക്കറ്റ്. ഒരു 8ാമത്തെ അല്ല 9ാമത്തെ ഒരു 10ാമത്തെ മാസം ചങ്ങായി അത് നേരെ വിറ്റ്, അല്ലെങ്കിൽ വിറ്റിട്ട് എന്ത് ആവശ്യത്തിന് ഉപയോഗിച്ച്. അത്തരം സാഹചര്യങ്ങളിൽ അപ്പോൾ പിന്നെ നിർബന്ധമാവില്ല സക്കാത്ത്, ഒരു വർഷം പൂർത്തിയാവണം. അപ്പോൾ വർഷം പൂർത്തിയാവുന്നതിന് മുന്നേ ഉടമസ്ഥത ഈ സ്വത്തിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ അതിൽ സക്കാത്ത് നിർബന്ധമാവില്ല. ലാബിൽ ഇക്റാദി, കടം കൊടുത്ത് എന്നുള്ളത് കൊണ്ട് ഉടമസ്ഥത നീങ്ങിയെന്ന് വരികയില്ല. മനസ്സിലായില്ലേ? കടം കൊടുത്തു എന്നതുകൊണ്ട് ഉടമസ്ഥത നീങ്ങിയെന്ന് വരില്ല. ഫദ്ദൈനു ഇൻ കാന അലാ മലീഇൻ വജബ ഇഖ്റാജു സക്കാത്തി ഇൻദ തമാമിൽ ഹൗലി, ഞാനിപ്പോൾ നിങ്ങൾക്ക് 1,00,000 രൂപ വായ്പയായിട്ട് തന്നിട്ടുണ്ട്, കടമായിട്ട് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾ തിരിച്ചു തരുന്ന പ്രതീക്ഷയുള്ള ആളാണ് എനിക്ക്. അങ്ങനെയാണെങ്കിൽ ആ ക്യാഷിൻ്റെ സക്കാത്ത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ ആ ക്യാഷ് നിങ്ങളെ കയ്യിൽ കിട്ടി, നിങ്ങൾ പിറ്റേന്ന് തന്നെ മൊത്തം ഉപയോഗിക്കേണ്ട വന്ന്, അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്കാത്തുണ്ടോ? നിങ്ങൾക്കില്ല. പക്ഷെ എനിക്ക് സക്കാത്തുണ്ട്. നിങ്ങളല്ലെങ്കിൽ അത് നിങ്ങളെ കയ്യിൽ തന്നെ വെച്ച്, അല്ലാതെ ഇങ്ങനെ കീപ്പ് ചെയ്ത് നിങ്ങൾക്ക് കയ്യിലൊരു വർഷം എത്തി,
അങ്ങനെയാണെങ്കിലോ നിങ്ങളുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്കും സക്കാത്ത് നിർബന്ധമാവും, എനിക്കും സക്കാത്ത് നിർബന്ധമാവും. കടായിട്ട് ഒരാൾ പണം വാങ്ങി, സക്കാത്തിൻ്റെ കതിറുള്ള പണം വാങ്ങി. അങ്ങനെ ആ വാങ്ങിയ ആളുടെ കയ്യിൽ ഒരു വർഷം പൂർത്തിയായി നിൽക്കുകയും അയാൾ തിരിച്ചു കിട്ടുന്ന മറ്റാൾക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന സാഹചര്യം കൂടിയാണെങ്കിൽ രണ്ടിലും സക്കാത്ത് നിർബന്ധമാവും, രണ്ടാൾക്കും സക്കാത്ത് നിർബന്ധമാവും എന്ന് ചുരുക്കം. അതേസമയത്ത് പിന്നെ ഇല്ല അലം യജിബ്, ഇനി ഒരുത്തൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന പ്രതീക്ഷയൊന്നുമില്ല കടം കൊടുത്തത്, അപ്പോൾ പിന്നെ നിർബന്ധമാവില്ല സക്കാത്ത് കൊടുക്കൽ. കാരണം കിട്ടുന്ന പ്രതീക്ഷ ഇല്ലാത്തൊരു ധനത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതേസമയത്ത് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കും സംശയം ഉണ്ടെങ്കിലും കിട്ടോ കിട്ടൂല എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നതിന് എങ്ങനെ? സംശയത്തിൽ നിൽക്കുകയാണെങ്കിൽ നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ ചങ്ങായി പൈസ ആയിട്ട് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് ചങ്ങായി പൈസ കൊണ്ട് തരുന്നത്. നമ്മൾ പോയി എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ സക്കാത്തും കൊടുക്കണം. ഫയജിബുൽ സിനീനൽ മാലിയ, കഴിഞ്ഞു പോയ വർഷങ്ങളുടെ സക്കാത്തും കൂടെ അപ്പോൾ കൊടുക്കേണ്ടി വരും. ഈ സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ട ടൈം സമയം ക്യാഷായിട്ട് കൊടുത്താൽ മതിയാവോ? സ്വർണത്തിന്റെ സക്കാത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ അതിന്റെ അത്ര 2% ക്യാഷായിട്ട് കൊടുത്താൽ പോരെ? സ്വർണം തന്നെ കൊടുക്കണമെന്നുണ്ടോ? ഒരു 12 പവൻ സ്വർണം നമ്മളെ അടുത്തുണ്ട്, അതിന്റെ സക്കാത്തിന്റെ ടൈമായി. അപ്പൊ നമ്മൾ അതിന് കണക്ക് കൂട്ടി അതിന്റെ 2% ക്യാഷായിട്ട് കൊടുത്താൽ മതിയാവോ, അത് സ്വർണം കൊടുക്കണോ? അതെങ്ങനെയാണ് കൊടുക്കേണ്ട രീതി എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിലും ഓരോ രൂപത്തിലാണ്. പിന്നെ അതങ്ങനെ തന്നെ കൊടുക്കണോ അതല്ലെങ്കിൽ പണമായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പോൾ സക്കാത്ത് നിർബന്ധമാകുന്നതിനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. ഇനി സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി വേറെ ചർച്ച വരുന്നുണ്ട്. അപ്പം അതിൽ പറയാനുള്ളത്, സക്കാത്ത് കൊടുക്കുമ്പോൾ അതിൽ ഏതൊക്കെ ടീമിനെ ഉൾക്കൊള്ളിക്കണം? ഫക്കീർ, മിസ്കീനെ കൊടുക്കണം. ഈ സക്കാത്തിൻ്റെ അവകാശികളായിട്ടുള്ള 8 അവകാശികൾ, അതിൽ 7 അവകാശികൾ നമ്മുടെ നാട്ടിലുണ്ടാവും മാക്സിമം. അതിലുള്ളവർക്കെല്ലാം കൊടുക്കണം, എല്ലാ സിനുഫിനും കൊടുക്കണം, അങ്ങനെയൊക്കെ പറയാനുണ്ട്. അപ്പോൾ പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഗോൾഡായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ പണമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല. ഇനി വകദാ തജിബു അലൽ മുഖ്തരിളി ഐലൻ ഇദാ ബഖിയ മഖ്തറലഹു ഇൻദഹു ഹൗലൻ കാമിലൻ. അതുപോലെ സക്കാത്ത് നിർബന്ധമാകും കടം വാങ്ങിയ ആൾക്ക്. നമ്മൾ പറഞ്ഞ വിഷയം, ഞാനിപ്പോൾ 1 ലക്ഷം റുപ്യ കടം വാങ്ങി, അതെൻ്റെ കയ്യിൽ 1 വർഷം കിടക്കുകയും ചെയ്താൽ എനിക്ക് കയ്യിൽ സക്കാത്ത് നിർബന്ധമാകും. കടം തന്നാക്കും സക്കാത്ത് നിർബന്ധമാകും. ഇദാ ബഖിയ മഖ്തറലഹു ഇൻദഹു ഹൗലൻ കാമിലൻ, 1 വർഷം ആ ക്യാഷ് എൻ്റെ കയ്യിൽ നിന്നാലാണ് എനിക്ക് സക്കാത്ത് നിർബന്ധമാകുക. അന്ന് തന്നെ കടം വാങ്ങി അന്ന് തന്നെ ഉപയോഗിച്ച് സക്കാത്ത് ഉണ്ടോ? അതില്ല. വലാ സക്കാത്ത ഫി ഹുലിയിൻ മുബാഹിൻ മാലം യൻവി ഇദ്ദിഖാറഹു. അനുവദിക്കപ്പെട്ട ആഭരണങ്ങളിൽ സക്കാത്ത് നിർബന്ധമാകൂല. അനുവദിക്കപ്പെട്ട ആഭരണങ്ങളിൽ സക്കാത്ത് നിർബന്ധമാകൂല. മാലം യൻവി ഇദ്ദിഖാറഹു. ഓന് ദുബൈയിൽ നിന്ന് വരുന്ന സമയത്ത് ചെയിനായിട്ട് വാങ്ങിയത് തന്നെ എന്തിനാണ്? അപ്പോൾ എനിക്ക് പൈസക്ക് വേണ്ടിയിട്ടാണ്, മറച്ച് വെക്കേണ്ടിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വില കൂടുമ്പോൾ ഓനിക്ക് നിർബന്ധമാകും. ഓന് ആഭരണമാണ് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വലാഫി നഖദി സൈറഫീൻ യുബാദിലുഹു. ജ്വല്ലറി കച്ചവടക്കാരൻ, ഓൻ്റെ അടുത്ത് കുറേ ഗോൾഡ് ഉണ്ട്, അതിങ്ങനെ വിൽക്കുന്നുണ്ട്, പിന്നെ പുതിയ വരുന്നുണ്ട്, പുതിയ വിൽക്കുന്നുണ്ട്, അങ്ങനെ വരുന്നും പോകുന്നുണ്ട്. അങ്ങനെ വിൽക്കുന്ന സൈറഫി, ഇടപാട് നടത്തുന്നവൻ, യുബാദിലുഹു, അതിനിങ്ങനെ ഇടപാട് നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഗോൾഡിനെ, അതിലും സക്കാത്ത് നിർബന്ധമാകില്ല. വലാ യുക്കമ്മലു അഹദുൻ നഖദൈനി ബിൽ ആഖരി. എൻ്റെ അടുത്ത്
ഒരു 500 ഗ്രാം വെള്ളിയുണ്ട്, ഒരു 5 പവൻ ഗോൾഡും ഉണ്ട്. ഇപ്പം സക്കാത്ത് നിർബന്ധമാവോ? സക്കാത്ത് നിർബന്ധമാവോ? എൻ്റെ അടുത്ത് ഇല്ല. കാരണം 595 ആയാലേ വെള്ളിയിൽ കൊടുക്കണ്ടു. 595 ഗ്രാം ഉണ്ടെങ്കിലേ വെള്ളിയിൽ സക്കാത്ത് കൊടുക്കണ്ടു. ഒരു 10.5 പവനൊക്കെ ആയാലേ ഗോൾഡിനും സക്കാത്ത് കൊടുക്കണ്ടു. എൻ്റെ അടുത്ത് 5 പവൻ ഗോൾഡും ഉണ്ട്, പിന്നെ ഒരു 500 ഗ്രാം വെള്ളിയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സക്കാത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ വേണ്ട. രണ്ടും കൂടി കൂട്ടിയിട്ട് സക്കാത്തിൻ്റെ കതിർ എത്തിയാലും കുഴപ്പമില്ല, സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ രണ്ട് ജിൻസിൽപ്പെട്ട, രണ്ട് ഇനത്തിൽപ്പെട്ട വലാ യുക്കമ്മലു അഹദുൻ നഖ്ദൈനി ബിൽ ആഖിരി, രണ്ട് നഖ്ദ്, ഒന്നെന്താണ് വെള്ളിയാണ്, ഒന്ന് സ്വർണ്ണമാണ്. ഇതിൽ ഒന്ന് മറ്റൊന്നിനെ കൊണ്ട് നിസാബ് പൂർത്തിയാക്കാൻ കഴിയൂല. രണ്ടും കൂടി കൂട്ടിയിട്ട് നിസാബ് എത്തി നോക്കാം, അതില്ല. ബൽ യുക്കമ്മലു കുല്ലു നൗഇൻ മിൻ ജിൻസിൻ ബി ആഖറ മിൻഹു. അതേ സമയത്ത് എൻ്റെ അടുത്ത് ഒരു 916 ഒരു കമ്പനീൻ്റെ ഗോൾഡ് ഉണ്ട്. അത് സുഡാനിൽ നിന്ന് കുഴിച്ചെടുത്ത ഗോൾഡാണ്. പിന്നെ അപ്പുറത്ത് ഇന്തോനേഷ്യയിൽ നിന്ന് കുഴിച്ചെടുത്ത കുറച്ച് ഗോൾഡുണ്ട്. ഒന്ന് വൈറ്റ് ഗോൾഡാണ്, ഒന്ന് സാധാ ഗോൾഡാണ്. ഇത് രണ്ട് ഇനങ്ങളാണ് ഗോൾഡിൻ്റെ. സക്കാത്ത് നിർബന്ധമാകും. മനസ്സിലായോ? അപ്പോൾ സക്കാത്ത് ഒന്നിലധികം ഇനങ്ങൾ, അപ്പോൾ ഓരോ ഇനവും നോക്കുകയാണെങ്കിൽ സക്കാത്തിൻ്റെ നിസാബ് എത്തിയിട്ടില്ല. എൻ്റെ അടുത്ത് വൈറ്റ് ഗോൾഡ് ഒരു 5 പവനുണ്ട്, സാധാ ഗോൾഡ് ഒരു 6 പവനുണ്ട്, ടോട്ടൽ 11 പവനായി. അപ്പോൾ സക്കാത്ത് നിർബന്ധമാകും. നമ്മൾ ഒന്ന് മറ്റൊന്നിലേക്ക് ചേർക്കില്ല എന്ന് പറഞ്ഞത് സ്വർണവും വെള്ളിയും സ്വർണവും തമ്മിൽ അങ്ങനെ ചേർക്കില്ല എന്നുള്ളൂ. അതല്ലാതെ സ്വർണത്തിലുള്ള ഒന്നിലധികം ഇനങ്ങൾ, വ്യത്യസ്ത ടൈപ്പ് ഗോൾഡ് ഉണ്ട് എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ വ്യത്യസ്ത ടൈപ്പ് സിൽവർ എൻ്റെ കയ്യിലുണ്ട്, അത് കൂട്ടിയിട്ട് നിസാബ് എത്തിയിട്ടുണ്ട്, അതിൽ കൊടുക്കേണ്ടി വരും എന്ന് ചുരുക്കം. പിന്നെ അപ്പോൾ നമ്മൾ വലിയൊരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത്, ഇന്നിപ്പോൾ ചർച്ച ചെയ്തത് സക്കാത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എങ്ങനെയാണ് നിർബന്ധമാകുന്ന ആ കാര്യങ്ങൾ, എപ്പോഴാണ് സക്കാത്ത് നിർബന്ധമാവുക, ഏതൊക്കെ ദിനങ്ങളിലാണ് സക്കാത്ത് നിർബന്ധമാവുക, അതുപോലെ നഖ്ദൈനിയുടെ സക്കാത്തിനെ പറ്റിയിട്ടാണ് ഇത് പറഞ്ഞത്. നഖ്ദൈനിയുടെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ വെള്ളിയുടെയും അതിനോടൊപ്പം തന്നെ ചേർക്കുന്നതാണ് കറൻസി എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും ഈ അടുത്ത കാലത്ത് വരെ കറൻസി എന്ന് പറയുന്ന സാധനമല്ലല്ലോ യൂസ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ മുഗൾ രാജാക്കന്മാരെ കാലത്തൊക്കെ ഉണ്ടായിരുന്നതും കറൻസി അല്ല, മറ്റേ വെള്ളിയാണ്. വെള്ളിയും ചെമ്പൊക്കെയാണ് ഉണ്ടായിരുന്നത്, നാണയങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. അറബ് നാടുകളിലൊക്കെ ദീനാറുകൾ ഉണ്ടായിരുന്നു. ദീനാറ് എന്ന് പറയുമ്പോൾ ഗോൾഡിൻ്റെ കോയിനുകളാണ്. അപ്പം അതൊക്കെയാണ്. അതുകൊണ്ടാണ് സക്കാത്തുൻ നഖ്ദൈനി എന്നതിൽ ഗോൾഡിനെയും വെള്ളിയെയും എണ്ണിയത്. അപ്പോൾ കറൻസിയായി മാറുന്ന സമയത്ത് കറൻസി അതിനോടൊപ്പം തന്നെ ചേർക്കപ്പെടും. കാരണം മാനദണ്ഡം എന്ന് പറയുന്നത് അത് വാല്യൂ ഉണ്ടാവുക എന്നുള്ളതാണ്. വാല്യൂ, ഈ കടലാസിന് വാല്യൂ ഉണ്ടോ? ഇത് കൊടുത്താൽ എനിക്കിതിൻ്റെ മുക്കാബിൽ ഗോൾഡ് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? ഇത് വെറും ഒരു കടലാസ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലും സക്കാത്ത് നിർബന്ധമാകും എന്നർത്ഥം. സക്കാത്ത് അതിനെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കീഹിം. സക്കാത്ത് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം, രണ്ടർത്ഥമുണ്ട് സക്കാത്തിന്. ഒന്ന് തുഹ്റത്ത് എന്നാണ്, ശുദ്ധീകരിക്കുന്നത് എന്നാണ് അർത്ഥം. രണ്ട് വർദ്ധിപ്പിക്കുന്നത്, വർധനവ് എന്നൊക്കെ അർത്ഥം വരുന്ന നമാ എന്ന പദമാണ് ഒരർത്ഥം.
അപ്പോൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ഈ രണ്ട് പണി നടക്കും. ഒന്ന്, അവൻ്റെ നിലവിലുള്ള സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. അതാണ് നമ എന്ന് പറയുന്നത്. സക്കാത്ത് കൊടുത്തു എന്നുള്ളതുകൊണ്ട് അവൻ്റെ 2.5% പോയി എന്ന് വിചാരിച്ച് എനിക്കൊന്നും കുറയൂല, എനിക്ക് അതിനുള്ള ബറക്കത്ത് കിട്ടും. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വർധനവുണ്ടാവുക, അല്ലെങ്കിൽ ഉള്ളതിന് മൂല്യം ഉണ്ടാവുക എന്നതൊക്കെ അതിൻ്റെ ബറക്കത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ സക്കാത്ത് കൊടുത്ത് വീട്ടിയാലാണ് അതിൽ ബറക്കത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ നമാ പോലെ തന്നെ തുഹറത്ത്, നമ്മുടെ സമ്പത്തിനെ അതിലടിഞ്ഞുകൂടിയിരിക്കുന്ന ഇന്നമാഹിയ ഔസാഹുന്നാസ് ഫലാ ലാ തഹില്ലു ലി വലാ അഹ്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അത് എനിക്കും അഹ്ലു ബൈത്തിനും അനുവദിക്കപ്പെടൂല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത്, അതെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സമ്പത്തിൽ അടിഞ്ഞുകൂടുന്ന അതിൻ്റെ വസഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡേർട്ടി, അതിനെ ക്ലീൻ ചെയ്യുകയാണ് ശരിക്കും സക്കാത്തിലൂടെ ചെയ്യുന്നത്. അത് വാങ്ങേണ്ടവരല്ല ഞാനും എൻ്റെ അഹ്ലു ബൈത്തും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കരുതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓരോട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വിരോധമുള്ളതിൻ്റെ പേരിലൊന്നുമല്ല, അവരെ മഹത്വവൽക്കരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ സക്കാത്തിൽ പിന്നെ തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കുകയല്ല വേണ്ട, അവർക്ക് ഹദിയകൾ കൊടുക്കുക വേണ്ടത്. അവരെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം. പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ ആദരിച്ചുകൊണ്ട് കൊടുക്കുക വേണ്ടത്. അത് നമ്മുടെ ധനത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുന്ന സാധനം കൊടുക്കുകയല്ല വേണ്ടത്. അപ്പോൾ സക്കാത്ത് കൊണ്ട് രണ്ട് പണി നടക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കീഹിം. അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്ന സക്കാത്തിനെ അങ്ങ് അവരിൽ നിന്ന് പിടിക്കണം. അല്ലെങ്കിൽ അവരെ ശുദ്ധീകരിച്ചുകൊണ്ടും അവരെ സംസ്കരിച്ചുകൊണ്ടും അങ്ങ് അവരിൽ നിന്ന് സക്കാത്തിനെ സ്വീകരിക്കണം. സക്കാത്തിനെ പിടിച്ചോളണം എന്നാണ് ശരിക്കും അർത്ഥം വരുന്നത്. ഖുദ് മിൻ അംവാലിഹിം വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സക്കനുൽ ലഹും. സക്കാത്ത് സ്വീകരിക്കുന്ന ആളുകൾ സക്കാത്ത് നൽകിയ ആൾക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കണം എന്ന് ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ ചില മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. അപ്പോൾ ഞാനൊരു സക്കാത്തിൻ്റെ അവകാശിയാണെങ്കിൽ സക്കാത്ത് സ്വീകരിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കണം. സക്കാത്ത് എന്നുള്ളതല്ല, ഇനി ആരെന്ത് തന്നാലും. അപ്പോൾ അതിൽ പ്രത്യേകം പുണ്യമുണ്ട്. ആ ദുആയിൽ വലിയ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സക്കാത്തിനെ പറ്റി ആമായിട്ട് പൊതുവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറൻസിയുടെ സക്കാത്തിനെ പറ്റി ഇനി പറഞ്ഞു. ഇനി ചർച്ച ചെയ്യുന്നത് കൃഷിയിലുള്ള സക്കാത്ത്, അതുപോലെ തന്നെ മൃഗങ്ങളിലുള്ള സക്കാത്ത്, അതുപോലെ തന്നെ പിന്നെ നിധി കിട്ടിയ കഥ. നിധി നമ്മുടെ നാട്ടിലായിരിക്കും കിട്ടലുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലാർക്കെങ്കിലും നിധി കിട്ടിയോ? നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടൊന്നുമില്ല. കിട്ടിയിട്ടില്ല. ഇല്ല. വേറെതോ ജൻഷീർ ഖാൻ്റെ നിധി കിട്ടീനോ ആർക്കെങ്കിലും? ഇല്ല. അപ്പം നിധി കിട്ടിയാൽ അതിലും സക്കാത്തുണ്ട്. അത് പറയും നമ്മൾ അടുത്ത ക്ലാസ്സിൽ, അതാണ് ഇനി ചർച്ച. അതുപോലെ തന്നെ ഗോൾഡ് കുഴിച്ചെടുക്കുന്ന സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ സുഡാനിലൊക്കെ ഗോൾഡിൻ്റെ ഖനനം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്തോനേഷ്യ, ചൈന, പല കൺട്രികളിലും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഗോൾഡ് കുഴിച്ചെടുക്കുന്ന സമയത്ത് മഅദിനിൽ നിന്ന് ഈ കുഴിച്ചെടുക്കുന്ന ഗോൾഡിലും സക്കാത്ത് നിർബന്ധമാവും. അതിൻ്റെയൊക്കെ കണക്ക് എത്രയാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യും. എന്തെങ്കിലും ഡൗട്ടുണ്ടോ?
ഓക്കെയാണ്, ഡൗട്ടില്ല.